പാലക്കാട് പനയമ്പാടത്ത് വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. വീടുകളിലെയും നാട്ടിലെയും പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് മൃതദേഹങ്ങൾ ഖബറടക്കിയത്. നൂറുകണക്കിന് പേരാണ് കുരുന്നുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. പുലർച്ചെ 5 മണിയോടെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്നും പനയമ്പാടം വാഹനാപകടത്തിൽ മരിച്ച റിദ ഫാത്തിമ, നിദ ഫാത്തിമ, ആയിഷ, ഇർഫാന ഷെറിൻ എന്നീ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. തുടർന്ന് 6:10 തുപ്പനാട് ചെറുള്ളിയിലെ പെൺകുട്ടികളുടെ വീടുകളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വച്ചു. വീടുകളിലെ പൊതുദർശനം പൂർത്തിയാക്കി 8:30 തുപ്പനാട് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലും 4 വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, എം ബി രാജേഷ് തുടങ്ങിയവർ ഓഡിറ്റോറിയത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പത്ത് 30 പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തുപ്പനാട് ജുമാ മസ്ജിദിൽ എത്തിച്ചത്. മതപരമായ ചടങ്ങുകൾക്ക് ശേഷം മസ്ജിദിലെ ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നു. ഇന്നലെ വൈകിട്ട് 4:20 പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയമ്പാടത്ത് സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു ലോറിയുമായി കൂട്ടിമുട്ടി റോഡരികിലൂടെ പരീക്ഷ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുകയായിരുന്ന കരിമ്പ സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ മേലേക്ക് മറിഞ്ഞത്. ഉടൻ വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ജനം, പാലക്കാട്.